ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ ഓൾജിബ്ര സെക്ഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ബേസിക് കാൽക്കുലേഷൻ ആണ്. നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. എക്സാമിന് നമുക്ക് വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക് കാൽക്കുലേഷൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെയുള്ള വലിയ ഒരു പ്രോബ്ലം നമ്മൾ എടുക്കുന്നു. അതിനകത്ത് മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് എന്താണ് മാത്സ് ചെയ്യുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഒരു വ്യക്തമായ ഓർഡർ ഉണ്ട്. ഈ കാണുന്ന ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ബ്രാക്കറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് തന്നെ പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ 3 തരത്തിലുള്ള ബ്രാക്കറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യണം. കണ്ടില്ലേ, ആദ്യം എന്തുണ്ട്, നമ്മളെ എന്താണ് ഷോർട്ട് ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളെന്താണ് സാധാരണ നമ്മൾ കാണുന്ന സർക്കിളിൻ്റെ ഷേപ്പിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കേളി ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ നമ്മൾ സെറ്റിൻ്റെ സിമ്പിളാണ് ഇടുന്നത്. അപ്പം ആദ്യം ഇത് ചെയ്യുക, അത് കഴിഞ്ഞ് ഇത് ചെയ്യുക, അത് കഴിഞ്ഞ് ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇടുന്ന ബ്രാക്കറ്റിന് വരെ എന്തുണ്ട്, ഓർഡർ ഉണ്ട്. ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ ഷോർട്ട് ബ്രാക്കറ്റ് ഇടുക, അത് കഴിഞ്ഞ് കേളി ബ്രാക്കറ്റ് ഇടുക, അത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഇങ്ങനെ 3 ബ്രാക്കറ്റുകളാണ് ഇടേണ്ടത്. ബ്രാക്കറ്റ് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയും, ബാർ ബ്രാക്കറ്റും ഇതിനകത്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. ബാർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, 8+6 ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്തൊരു 2 ഉണ്ടെങ്കിൽ പോലും ഈ ബാർ ബ്രാക്കറ്റും എന്താണ് ഇതിനകത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാം, ഓർഡർ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ബ്രാക്കറ്റ് ദെൻ ഓർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ബാർ ബ്രാക്കറ്റും ഏതിനകത്താണ് വരുന്നത്, ആദ്യം ചെയ്യണം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ, നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാർ ബ്രാക്കറ്റ് ആണ്. അത് കഴിഞ്ഞ് ഇതിലേക്കും ഈ ഒരു ഓർഡറിലേക്ക് വരിക, 3 തരത്തിലുള്ള ബ്രാക്കറ്റുകൾ. അപ്പോൾ ആദ്യം ആരെയാണ് ചെയ്യേണ്ടത്, ബാർ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാണ് എന്ത്, നമ്മളെ ഷോർട്ട് ബ്രാക്കറ്റ് വരുന്നു, അതുപോലെ നമുക്ക് കേളി ബ്രാക്കറ്റ് വരുന്നു, അത് കഴിഞ്ഞ് നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ്. ആ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് എന്തെങ്കിലും സ്ക്വയർ ചെയ്യാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ റൈസ് ടു എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ റൂട്ട് ചെയ്യാനുണ്ടെങ്കിലോ അത് ചെയ്യണം. ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന സിമ്പൽ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, അത് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ആരെയാണ് ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് ബാർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അവനെ ചെയ്തിട്ടേ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് 3 തരത്തിലുള്ള ബ്രാക്കറ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഓർഡർ BODMAS ബോർഡ് മാസ് എന്ന ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ആദ്യം ബ്രാക്കറ്റ് പറഞ്ഞു, അത് കഴിഞ്ഞ് ഓഫ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ, അതുപോലെ റൂട്ട് എക്സ്, ഇതുപോലെയുള്ള റൂട്ടിനകത്തുള്ള വാല്യൂസോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ ക്യൂബോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ആരാ, അത് ഡിവിഷൻ. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മളെ ഓർഡർ. ഇപ്പോൾ നമ്മൾ ഓർഡർ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ബാർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാർ ബ്രാക്കറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്താണ്, ഷോർട്ട് ബ്രാക്കറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കേളി ബ്രാക്കറ്റ്, അതായത് നമ്മളെ സെറ്റിൻ്റെ സിമ്പൽ ഇടുന്ന ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം ആരെ ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോകേണ്ടത്, ഓഫിലേക്കോ അല്ലെങ്കിൽ സ്ക്വയറുകളോ എക്സ് സ്ക്വയറെന്നോ അല്ലെങ്കിൽ റൂട്ടൊക്കെ ഉണ്ട് എങ്കിലാണ് അത് കഴിഞ്ഞ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ബ്രാക്കറ്റിനും ദെൻ എന്താണ് ഓഫിനും. ഓക്കെ, പിന്നെ അവിടെ എവിടെയെങ്കിലും ഡിവിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിനുശേഷം അഡീഷൻ ചെയ്യണം. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ വേണം നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ബേസിക് കാൽക്കുലേഷൻസ്, 2 ക്ലാസ്സുകളാണ് ബേസിക് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ ഉള്ളത് 12 - 4 × 1 ÷ 1 എന്നാണ്.
അപ്പം നമുക്കറിയാം ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയും ആരെയാണ്. അപ്പോൾ നമ്മളെ ഓർഡർ നമുക്കറിയാം അല്ലേ. എങ്ങനെയാണ് നമ്മളെ ഓർഡർ? BODMMAS. അപ്പോൾ ഇതാണ് ബോഡി മാസ്, ഇതാണ് നമ്മുടെ ഓർഡർ. അപ്പോൾ ഇതിൽ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം. ഈ ഡിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുള്ളൂ. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ വരുന്നത് 12 - 4 ഇടുന്നു, 1/1 നമ്മൾ ചെയ്യുന്നു. 1/1 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/1 നമുക്ക് ചെയ്യുമ്പോൾ 1 ആണ് വരുന്നത്, ഇൻറ്റു 1. അടുത്ത സ്റ്റെപ്പ് എന്തുവാ? മൈനസ് ഇല്ല. അടുത്ത എന്ത് ചെയ്യണം? 12 - 4 ഇൻറ്റു 1 ആണ് ചെയ്യേണ്ടത്. എന്താണ്? നമ്മൾ ഓരോന്നിൻ്റെയും ഓരോ സംഖ്യയുടെയും സിമ്പൽ നമ്മൾ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് അതിൻ്റെ തൊട്ടു മുന്നിലുള്ള ചിഹ്നം എന്താണോ അതിനനുസരിച്ചാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റി ഇവിടെ എന്താണ്? 12 ഉണ്ട്, ഇവിടെ 4 ഇൻറ്റു 1 എന്താണ്? -4 ഇൻറ്റു 1 ആണ്. അത് -4 ആണ്. ഈക്വൽ ടു എത്ര കിട്ടണം? ഈക്വൽ ടു നമുക്ക് 12 നിന്ന് 4 പോയി കഴിഞ്ഞാൽ നമുക്ക് 8 എന്നാണ് ആൻസർ വരേണ്ടത്. കണ്ടോ? ആ ഓർഡർ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, എന്താ നമ്മുടെ പ്രോബ്ലം? ഇവിടെ നമുക്ക് 12 - 4 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇങ്ങനെയാണ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം ആരെ ചെയ്യണം? ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, അപ്പം ഡിവിഷൻ ആണ്. നമ്മളെ പ്രയോറിറ്റി ബേസിൽ നമ്മൾ നോക്കുമ്പോൾ ആരെയാണ് ആദ്യം വെക്കേണ്ടത്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. 12 - 4 ഇൻറ്റു എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ്? 1 ആണ്. ഇനിയുള്ളത് 12 - 4 ഇൻറ്റു 1 നമ്മൾ ചെയ്യുന്നു, എത്ര കിട്ടും? -4 ഈക്വൽ ടു 8. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? 12 - 4 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 ഇതിൻ്റെ മുകളിൽ ഒരു ബാർ ഉണ്ടായിരുന്നു. ഈക്വൽ ടു എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മുകളിൽ ഒരു ബാർ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം എന്തേ ചെയ്യേണ്ടത്? ബാർ ബ്രാക്കറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രോബ്ലത്തിലേക്ക്. അപ്പം എന്ത് ചെയ്യണം? ബാർ ബ്രാക്കറ്റ് എന്താ? 12 - 4 8. അടുത്ത ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അതിനുശേഷം ഇത് ചെയ്യണം. ഇത് കഴിഞ്ഞു, ബാർ ബ്രാക്കറ്റ് കഴിഞ്ഞു, അടുത്തത് ഡിവിഷൻ ചെയ്യുന്നു. 8 ഇൻറ്റു 1 ഈക്വൽ ടു 8 ഇത്രയെന്ന് വരും? 8 എന്ന് തന്നെ വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? കൂട്ടിച്ചേർക്കാൻ പോകുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു നെഗറ്റീവ് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരേണ്ടത് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കണം. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? അത് പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കണം. അടുത്തത് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ പോസിറ്റീവും വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ എന്തുമായിരിക്കണം? നെഗറ്റീവും ആയിരിക്കണം. അപ്പോൾ ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ പോസിറ്റീവും വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ എന്തുമായിരിക്കണം? അത് നെഗറ്റീവും ആയിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തൊരു ചോദ്യം നോക്കിയേ. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? 2 × 2 ഡിവൈഡഡ് ബൈ 2 × 2. അപ്പോൾ 2 × 2 ഡിവൈഡ് ബൈ 2 × 2 എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായിരിക്കും ആൻസർ? നമുക്ക് നോക്കാം. ആദ്യം ആരെയാണ് ചെയ്യേണ്ടത്? ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലം ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലം ആകുമ്പോഴത്തേക്ക് 4 ഡിവൈഡഡ് ബൈ 4 സമയം എത്രയെന്ന് കിട്ടും? 1 എന്നാണ് ആൻസർ വരേണ്ടത്. അല്ല, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? 2 × 2 ഡിവൈഡഡ് ബൈ 2 × 2. ഈ ബ്രാക്കറ്റ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ആദ്യം ആരെ ചെയ്യണമായിരുന്നു? ഈ ഡിവിഷൻ ചെയ്യണമായിരുന്നു. അപ്പോൾ എന്താവും? 2 × 2 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 1 × 2 എത്രയെന്ന് കിട്ടണം? 4 എന്ന് കിട്ടണം. കണ്ടോ? അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ? 2 × 2 ഡിവൈഡഡ് ബൈ 2 × 2 ഇതിന് ബ്രാക്കറ്റ് ഉണ്ട് എങ്കിൽ ആദ്യം ആരെ ചെയ്യണം? ആദ്യം 2 × 2 നമ്മൾ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ഇത് 4 എന്ന് എഴുതുന്നു. അടുത്തത് ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്യുക. 2 × 2നെ എത്രയാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോഴത്തേക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. 1/2. ഈ 2 × ക്യാൻസൽ ആയിപ്പോയി. ആൻസർ എത്ര എന്ന് വേണം? 1 എന്ന് പറയണം. കണ്ടോ? കാൽക്കുലേഷൻ സെറ്റ് ആവുന്നില്ലേ? അപ്പം നമ്മൾ ആ ബ്രാക്കറ്റിന് ഓരോ ഇടുന്ന ബ്രാക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള വില ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്തുണ്ട്? പ്ലസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, അഡീഷൻ ഉണ്ട്. ഓക്കെ, നമ്മളെ ഓർഡർ നമുക്കറിയാം. ആദ്യം ആരെയാണ് ചെയ്യാനുള്ളത്? ആദ്യം നമ്മൾ ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം അല്ലേ?
ഇപ്പം എന്തായിരിക്കും 4 5 ഡിവൈഡ് ബൈ 5 എത്രയാണ്? അത് 1 എന്ന് വരും അല്ലേ. അടുത്തത് +2 × 2 ആണ്, അത് എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ആരെ ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും? 4 + 1 2 × 2 എത്രയാണ്? 4 എന്ന് കിട്ടി. ആൻസർ എത്ര? 4 + 1 4 എത്ര കിട്ടും? 9 എന്ന് ആൻസർ വരും. കണ്ടോ, 9 എന്ന് ആൻസർ. നോക്ക്, ഇത് ഒറ്റ സ്റ്റെപ്പിന് ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാം? 4 + 5 ഡിവൈഡഡ് ബൈ 5 + 2 × 2. ആദ്യം ഇതിനെ ചെയ്യുമ്പോൾ 1 കിട്ടുന്നു. അത് കഴിഞ്ഞ് ഇതാണ് ചെയ്യേണ്ടത് 4. അപ്പോൾ എത്ര? 4 + 4 + 1 എത്ര? 9 എന്ന് ആൻസർ. കണ്ടോ, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറാണ് പഠിക്കേണ്ടത്. നമ്മൾ ഓർഡർ മറന്നു പോകണ്ട. എന്താ നമ്മളെ ഓർഡർ? BODMAS, ബോർഡ് മാസ്. ബ്രാക്കറ്റ് അല്ലേ, ആദ്യം എന്ത് ചെയ്യണം? ബാർ ബ്രാക്കറ്റ് ചെയ്യണം അല്ലേ. അതിനനുസരിച്ച് കൃത്യമായിട്ടായിരിക്കണം നമ്മൾ. അത് കഴിഞ്ഞ് എന്തായിരിക്കണം? സർക്കിൾ, നമ്മൾ ഷോർട്ട് ബ്രാക്കറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് കേർലി ബ്രാക്കറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് ഓഫ് എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് നമ്മളെ ഓർഡർ എന്നറിയാം. നോക്കിയേ, ഓഫൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ബ്രാക്കറ്റിനകത്താണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാവൂ? നമ്മൾ 15 നമ്മൾ ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. ആ 15 അതുപോലെ തന്നെ എഴുതാം. 15 എഴുതി. അടുത്തത് 8 ഓഫ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഓഫ് എന്ന് പറഞ്ഞാൽ? ഓഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്ത് മൾട്ടിപ്ലിക്കേഷൻ? ഓഫ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മൾട്ടിപ്ലിക്കേഷൻ. അതാണ് പോയിന്റ്. ഓക്കെ, എന്താണ്? ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ആരെന്ന് പറയുന്നത്? ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഓഫിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ഇട്ടു. ഇനിയുള്ളത് 3/2 ആണ്. ഇനി +1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെയും ഇതിനെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 വരൂലേ? 4 വരും. ഇനി എൻ്റെ ഉള്ളത് ഇവിടെ 15 ആണ്. 4 × 3 എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻറ്റു ആണ്. 4 × 3 12 ആണ്. 12 + 1 നമ്മൾ ചെയ്യുന്നു. എത്രയും നേട്ടം വന്നു. ഇനി നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇവിടെ 15 എന്നായി. ഇവിടെ എത്ര? 12 + 1 എത്രയെന്ന് കിട്ടി? 12 + 1 എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇൻറ്റു ഇട്ടു? നോക്ക്, 15 കഴിഞ്ഞൊരു ബ്രാക്കറ്റ് 2 + 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. ഇപ്പോൾ x + y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x × x + y. ഈ ബ്രാക്കറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇവിടെ ഇൻറ്റു ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ x കൊണ്ട് ഈ x-നെയും ഈ y-നെയും ഇൻറ്റു ചെയ്യണം എന്നാണ് റൂള്. ഇപ്പോൾ 2 × x + y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2നെ x കൊണ്ട് ഇൻറ്റു ചെയ്യണം, 2നെ y കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത് ആക്ച്വലി എന്താണ്? 2x + 2y ആണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലം ചെയ്യാം. ബ്രാക്കറ്റ് 12 + 1 ചെയ്തപ്പോൾ നമുക്ക് 13 എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ആയി അല്ലേ. ഇപ്പോൾ എത്ര കിട്ടും? 15 × 13 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. 15 × 13 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 150. അടുത്ത എത്രയാണ്? 30 45 195 എന്നാണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. 195 ഒന്ന് ഇൻറ്റു നോക്കണം, കറക്റ്റ് തന്നെ നോക്കണം. 195 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ മറന്നുകൊണ്ട. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ് ആരെന്ന് പറയുന്നത്? ഓഫ് എന്ന് പറയുന്നത്. ശരിക്കും എപ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്? ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. പക്ഷേ ഓഫ് എന്ന് പറയുന്നൊരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം? അത് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിനകത്ത് എന്തുണ്ട്? മൈനസ് ഉണ്ട്, 0 ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ആരെയായിരിക്കാം? നമുക്ക് ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഓർഡർ നിങ്ങൾക്ക് അറിയാം, ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ. ആദ്യം നമ്മൾ ആരെയും ചെയ്യേണ്ടത്? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, 1 കിട്ടുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇൻറ്റു ആണ്. നമുക്ക് 6 - 6 × 0 + 1 എന്നാണ്. ഇതും കൂടെ നമ്മൾ ചെയ്യുന്നു. അതായത് -6 × 0 -6 × 0 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായത് 6 × 0 ചെയ്ത് കഴിഞ്ഞാൽ 0. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് 0 തന്നെയാണ്. അപ്പോൾ -6 × 0 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി മാറി? ഇത്രയും സാധനം എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി 6 + 1 ഉള്ളൂ. എത്രയത് കിട്ടി? 7 എന്നാണ് ആൻസർ പറയേണ്ടത്. കണ്ടോ, ഈസി കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഈസി കാൽക്കുലേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഇതിനകത്തൊരു ഫ്രാക്ഷനും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. എന്താണ്? 9 - 3 ഡിവൈഡഡ് ബൈ 1/3 + 1. ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. 3 ഡിവൈഡ് ബൈ 1/3. അപ്പോൾ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഡിവിഷൻ ചെയ്യുന്നതിന് പകരം, അതായത്
ഇവിടെ നിങ്ങൾ നോക്കണം, ഇത് ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സംഖ്യകളെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഭിന്നസംഖ്യകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭിന്നസംഖ്യകളെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ട കാര്യമുണ്ട്. എന്താണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്? 3/1/3 ആണ് എങ്കിൽ ഇവിടെ ഒരു സംഖ്യയെ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഭാഗിക്കാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. എന്താണ് 9 - 3 × 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്, +1 എത്ര കിട്ടും നമുക്ക് നോക്കാം. ഇത് 9 - 3 × 3 ആണ്. അതായത് 3 × 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. പക്ഷേ ഇവിടെ മൈനസ് അല്ലേ സിമ്പിൾ കിടക്കുന്ന, അപ്പം -3 × 3 തൊട്ട് മുന്നിൽ കിടക്കുന്ന സിമ്പിൾ എന്താണോ അതാണ് ആ സംഖ്യ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത്. അപ്പോൾ -3 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -9 എന്ന് കിട്ടും. ഇനി +1 ഉണ്ടല്ലേ, ഈ 9 കൂടെ എന്തായിപ്പോയി? 0 ആയിപ്പോയി. ഇനി എന്തേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ആൻസർ കിട്ടി. കണ്ടോ, ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റി, സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 42/2. അപ്പോൾ 42നെ 2 കൊണ്ട് ഭാഗിച്ചു, എന്നിട്ട് +a × 3 - 22 ചെയ്താൽ നമുക്ക് 8 കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എയുടെ വില എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനകത്ത് ആദ്യം ചെയ്യാനുള്ളത് ഡിവിഷൻ ആണ്. നമുക്കറിയാം 42നെ 2 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 21 എന്ന് കിട്ടി. പ്ലസ് a × 3 എന്ന് പറഞ്ഞാൽ 3a ആണ്, -22 ആണ്, =8 ആണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ -22 ഉണ്ട്, ഇവിടെ +21 ഉണ്ട്. രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3a എന്താണ്? ഒരെണ്ണം നെഗറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ്. നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, വലുതിൽ നിന്ന് ചെറുത്, ഇടയ്ക്ക് ഇൻറ്റു ഒന്നും കിടപ്പില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ്. വലുതിൻ്റെ ചിഹ്നം എന്തുണ്ട്? -1 = 8. അപ്പോൾ 3a 8, -1 അപ്പുറത്ത് പോകുന്നു, +1. അപ്പോൾ 3a = 9. അപ്പോൾ a എന്തായിരിക്കും? 9. ഇവിടെ 3a ഇൻറ്റു ആണ്, അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. എത്രയെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. കണ്ട, സെറ്റായില്ലേ? ഓക്കെ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ചെയ്യണോ? ഒന്നുകൂടെ ചെയ്യാമല്ലോ, പെട്ടെന്ന് ചെയ്യാമല്ലോ. ഓടിച്ച് നല്ല സ്പീഡിന് ഒരെണ്ണം കൂടെ ചെയ്യാം, ഒരു തവണ കൂടി ചെയ്യാം. അപ്പോൾ എന്തായാലും സെറ്റാവും. 42/2 + a × 3 - 22 = 8. എയുടെ വില എന്താടാ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 42/2 ചെയ്യുമ്പോൾ നമുക്ക് 21 ആണ്, +3a ആണ്, -22 ആണ്, =8. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാകുമ്പോൾ 3a - 1 = 8. 3a = -1 അപ്പുറത്ത് വരുമ്പോൾ +1 ആവും അല്ലേ? അപ്പോൾ 3a = 9 എന്നാവും. അപ്പോൾ a കണ്ടുപിടിക്കാനാണെങ്കിൽ 9/3 നമ്മൾ ചെയ്യുന്നു. നമുക്ക് എത്ര തരുന്നു? നമുക്ക് 3 എന്ന് കിട്ടുന്നു. എയുടെ വാല്യൂ 3 ആണ്. ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ബ്രാക്കറ്റൊക്കെ ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കാം അല്ലേ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഉണ്ട് ഇതിനകത്ത് അല്ലേ? ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 72 - 12 ഡിവൈഡഡ്, ഈ ബൈ വേണ്ട കേട്ടോ, ഇതിനകത്ത് ബൈ വേണ്ടേ, ഡിവൈഡഡ് 3 - 2 ആണ്, -2 പ്ലസ് പിന്നെ ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്ത് 18 - 6 /4. അപ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ബ്രാക്കറ്റാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഏത് ബ്രാക്കറ്റാണ്? ഇവിടെ ഈ ബ്രാക്കറ്റ് ഉണ്ട്, ഈ ബ്രാക്കറ്റ്. അപ്പോൾ ഈ ബ്രാക്കറ്റാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 18 - 6 ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 18 - 6 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം, ഷോർട്ടായിട്ടും ചെയ്താം കേട്ടോ. 18 - 6 ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് 12 ആണ്. ഓക്കെ, ഇനി നമ്മളിലുള്ളത് ഇനി ഇതിനകത്താണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ 72 - 12 / 3 -2 ആണ് കിടക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് ഈ ചെയ്യേണ്ടത് -12/3 ആണ്. -12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളരെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതെനിക്ക് 12 എന്ന് കിട്ടി, ഞാൻ മാറ്റി വെച്ചു. 8 - 16 ചെയ്തു, എനിക്ക് എത്രയെന്ന് കിട്ടി? 12 എന്ന് കിട്ടും, ഞാൻ മാറ്റി വെച്ചു. ഇനി ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ -12 ആണ്. -12 ഡിവിഷൻ 3 ആണ് കിടക്കുന്നത്. -12 ഡിവിഷൻ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? അവിടെ നമുക്ക് -4 എന്ന് വരണം. -4 എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും? ആദ്യം ക്വസ്റ്റ്യൻ ഇങ്ങനെ 72 - 12 ഡിവിഷൻ 3 - 2 എന്ത് ചെയ്തു? സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, വീണ്ടും പ്ലസ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഷോർട്ട് ബ്രാക്കറ്റ് ഇട്ടു. 18 - 6 /4.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്തു, 72 മൈനസ് ഇത് രണ്ടും കൂടെ ചെയ്യുകയാണ് എങ്കിൽ ഇവിടെ എന്ത് പറയണം, -4 എന്ന് പറഞ്ഞത് -12 ഡിവിഷൻ ആണ്, -4 വന്നു. പിന്നുള്ളത് -2 ആണ്. ബ്രാക്കറ്റ് ഞാൻ എന്ത് ചെയ്തു, അതുപോലെ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, പ്ലസ് ഇട്ടു. ഇത് ചെയ്യുമ്പോൾ 18 നിന്ന് പോകുമ്പോൾ കിട്ടണം 12 കിട്ടണം. ഡിവിഷൻ 4 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും ആരെയാണ്, ബ്രാക്കറ്റിനകത്തുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 72 -4 -2. അപ്പോൾ 72ന്ന് -4ഉം -2ഉം കുറയ്ക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, -6 ആണ് കുറയ്ക്കേണ്ടത്. -6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 72 - 6 ആണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത്. +12 / 4 ആണ്. 72 - 6 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 72 ആണ്. 72 - 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 66 എന്ന് കിട്ടും. 66 ഉണ്ട്. പ്ലസ് ഇത് എന്താണ്, 12 / 4 ആണ് അടുത്ത ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കണം, ഡിവിഷൻ ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 12 / 4 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 3 എന്ന് കിട്ടും. ആൻസർ 69 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, ആദ്യം മുതൽ ഒരിക്കൽ കൂടി പറയാം. അപ്പോൾ ഇവിടെ എന്തില്ല, ഈ ബൈ ഇല്ല എന്ന് തന്നെ വിചാരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് കിട്ടും, ഇതാണ് ആദ്യം ചെയ്യുന്നത്, നമുക്ക് 12 കിട്ടുന്നു. ഇത് നമ്മൾ ചെയ്യുന്നു -12 × 3 ആണ്. ഇവിടെയാണ് ആൾക്കാർക്ക് തെറ്റാനുള്ളൊരു സാധ്യത കേട്ടോ. -12 × 3 / 3 ആണ്, അത് -4 വരും അല്ലേ. അപ്പോൾ -4ഉം -2ഉം കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടണം, നമുക്ക് -6 വരണം. അപ്പോൾ എന്ത് കിട്ടി, 72 - 6 ഇട്ടു, പ്ലസ് ഇട്ടു, 12 / 4 അല്ലേ. 72 അപ്പോൾ 66 ആണ്, അത് 3 എന്ന് വന്നു. 69 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 69 കണ്ടോ, ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾ എന്താവുള്ളൂ, നിങ്ങൾ സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറേ ഇൻഡു ഒക്കെ ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ 6 + 8 × 4 + 3 ഡിവിഷൻ 2 × 7 - 3 = x. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാക്കറ്റിനകത്തുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 6 + 8 × ബ്രാക്കറ്റിനകത്തുള്ള 4 3 7 എഴുതി. ഇനി ഡിവിഷൻ ചെയ്യുന്നു. ഇതെന്താണ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 7 - 3 ആണ് ചെയ്യേണ്ടത്. അടുത്ത ബ്രാക്കറ്റിനകത്താണ് ചെയ്യേണ്ടത്. 2 ഇൻറ്റു ഇട്ടു, 7 - 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4 ആണ് വരുന്നത്. 4 വന്നു. ഇനി ഈക്വൽ ടു എത്രയെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തത്, അപ്പോൾ എന്താണ്, 7 ന് 3 പോയി 4 എന്ന് എഴുതി, 4 3 7 കൂട്ടി 7 എന്ന് എഴുതി. ഓക്കെ, സെറ്റാണ്. നെക്സ്റ്റ് നോക്കാം. അടുത്ത നമുക്ക് ഡിവിഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം, 6 + 8 × 7/2 × 4 അങ്ങനെയാണ്. അതായത് 7നെ 2 കൊണ്ട് ഭാഗിക്കാറ് എന്താണ്, ഡെസിമൽ വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ /2 ഇട്ടത്. പോയിന്റ് ശ്രദ്ധിക്കുക. ഈ സ്റ്റെപ്പ് ഞാൻ ഒരിക്കൽ കൂടി എഴുതും, ശ്രദ്ധിച്ചിരിക്കുക. 6 എഴുതി, പ്ലസ് ഇട്ടു, 8 ഇട്ട്, ഇൻറ്റു 7 / 2 3.5 എന്ന് പറയുന്ന ഡെസിമൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 7/2 എന്നിട്ടു ഇൻറ്റു 4. ഇനി ഒന്നുകിൽ ഇതും കൂടെ വെട്ടാം, അല്ലെങ്കിൽ ഇതും കൂടെ ഇഷ്ടമുള്ളത് വെട്ടാം. ഇപ്പം ഞാൻ വെട്ടാൻ പോണത് ഇപ്പം എങ്ങനെയാണ്, ഇതും കൂടെ വെട്ടി ഇവിടെ എത്രയാക്കി, 4 ആക്കി. ഇനി എന്താ, 6 + 7 4 28 28 × 4 അല്ലേ. 28 × 28 × 4 7 4 28 ആണ്. 28 × 4 ആകുമ്പോൾ എത്ര കിട്ടും, 80 × 4 32 അല്ലേ. 2 112 ആൻസർ എത്ര കിട്ടി, 118 എന്ന് കിട്ടും. സ്റ്റെപ്പ് ക്ലിയർ ആണോ നോക്കുക. ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് ആലോചിച്ച് തന്നെ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ആലോചിച്ചാലേ ചെയ്യാവൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാമല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, കുറേ സിമ്പിൾസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഏതായിരിക്കും, ഈ ബ്രാക്കറ്റ് ആയിരിക്കും ആദ്യം ചെയ്യാനുള്ളത് നമുക്കറിയാം അല്ലേ. 8 4 ഇതിൽ ആദ്യം ഇൻറ്റു ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. 4 3 12 ആണ്. 12 ആരെ കൂട്ടണം, 8നെ കൂട്ടണം. അപ്പോൾ എന്താണ്, 20 മൈനസ് ഒരു ബ്രാക്കറ്റ് ഇട്ടു, വീണ്ടും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 8 + 12 ആയി. 12 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഒരു ഡിവിഷൻ 4 × 4 ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ് നോക്കാം. 20 എഴുതി, മൈനസ് ഇട്ടു, ഈ ബ്രാക്കറ്റിനകത്ത് ഇതെന്തായി, 8 + 12 എന്തായി, 20 ആയി അല്ലേ. അല്ലാതെ 8ഉം 4ഉം കൂടെ കൂട്ടി 12നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യരുത്, തെറ്റാണ്. എന്താണ് നമ്മൾ ഓർഡർ, ബ്രാക്കറ്റിനകത്തും എന്ത് തന്നെ ഉപയോഗിക്കണം, ബോർഡ് മാത്സ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ 4 12 12 8 20. ഓക്കെ,
അപ്പോൾ നമുക്ക് 20 എന്ന് വന്നു ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ നോക്കാം 20 മൈനസ് 20 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 20 ഡിവൈഡ് ബൈ 4 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 5 എന്ന് കിട്ടും അല്ലേ. ഇനി 5 ഇൻറ്റു 4 ആണല്ലേ. അപ്പോൾ എത്ര കിട്ടും? 20 മൈനസ് 20 സമം 0 എന്നാണ് ഇതിൻ്റെ ആൻസർ. എത്ര കിട്ടി? 0 എന്നാണ് ആൻസർ കിട്ടുന്നത്. സ്റ്റെപ്പ് നോക്കുക കേട്ടോ, ക്ലിയർ ആണ് നോക്കുക, സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിലാണ് എങ്കിൽ എന്തും കൂടെ ഉണ്ട്, ഒരു റൈസ് ടു കൂടെ കിടപ്പുണ്ടല്ലേ. റൈസ് ടു കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് എന്താണ്, കുറച്ച് നിയമങ്ങളും കൂടെ എന്താണ്, പവേഴ്സ് ആൻഡ് എക്സ്പോണൻസിൻ്റെ കുറച്ച് നിയമങ്ങളും കൂടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ജസ്റ്റ് ബേസ് ആയിട്ടൊന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് ഇതാണ്, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. എന്താണെന്ന് ജസ്റ്റ് ഇങ്ങനെ പറയാം. ഇപ്പോൾ 2 റൈസ് ടു 5 ഉണ്ട്, 2 റൈസ് ടു 3 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളിത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 2 റൈസ് ടു 5 പ്ലസ് 3 ആണ്, അതായത് 2 റൈസ് ടു 8 ആണ് വേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. നമുക്ക് 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ അത് 2 റൈസ് ടു 3 പ്ലസ് 2 എത്രയാണ്? 2 റൈസ് ടു 5 എന്ന് വരും. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാമോ? കിട്ടിയത് കാണിച്ചിരുമ്പോൾ നിങ്ങൾ പഠിക്കും അല്ലേ. എന്താ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 2നെ 3 തവണ എഴുതി ഇൻറ്റു ചെയ്യുക. ഇതാണ് 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ. 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്. ഓക്കെ, ഇനി ഇൻറ്റു 2 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ഇൻറ്റു 2 ആണ്. അപ്പോൾ എത്ര കിട്ടി? 2 റൈസ് ടു 1 2 3 4 5 2 റൈസ് ടു 5. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ ആണ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് പറയാൻ പോകുന്നു. നോക്കി, ആദ്യത്തെ ഒരെണ്ണം പറഞ്ഞു, അടുത്ത രണ്ടാമതാണ് എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ ആയിരിക്കും. എ റൈസ് ടു എം മൈനസ് എൻ ആയിരിക്കും. അപ്പോൾ എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, നോക്കാം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ 5 റൈസ് ടു 3 ഡിവൈഡ് ബൈ 5 റൈസ് ടു 2 വന്നു കഴിഞ്ഞാൽ ആൻസർ 5 റൈസ് ടു 3 മൈനസ് 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 5 റൈസ് ടു 1 ആയിരിക്കും. എങ്ങനെ കിട്ടി നമുക്ക് നോക്കാം. 5 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്, ഡിവൈഡഡ് ബൈ 5 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 5. ഈ 2 5 ക്യാൻസൽ ആയപ്പോൾ ഇനി എന്തേ ഉള്ളൂ? 5 ഉള്ളൂ. ഇപ്പോൾ 2 റൈസ് ടു 10 ഡിവൈഡ് ബൈ 2 റൈസ് ടു 8 ആണെങ്കിൽ ആൻസർ 2 റൈസ് ടു 10 മൈനസ് 8 ആണ്. ആൻസർ 2 റൈസ് ടു 2 എന്ന് കിട്ടി. കണ്ടാ, സെറ്റായില്ലേ? ക്ലിയർ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്കത് പ്രോബ്ലം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി അല്ലേ. ഈ പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ നോക്കുക. ഓക്കെ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ എ റൈസ് ടു 0 ആണെങ്കിലും അത് 1 ആയിരിക്കും. ഏതെങ്കിലും റൈസ് ടു 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇപ്പോൾ 5 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഇനി 100 റൈസ് ടു 0 എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? 1 ആണ്. വേറെ ഒരുപാട് റൂൾസ് ഉണ്ട്. ഞാനിപ്പോൾ 2-3 മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. എന്ത് ചെയ്യാം? അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. 2 നിങ്ങൾ ആദ്യം ഓർത്തിരിക്കുക. ആദ്യം പറഞ്ഞത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പഠിക്കുക. അടുത്തത് എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പഠിക്കുക. അടുത്തത് എ റൈസ് ടു 0 ഈക്വൽ ടു 1 ആണ് എന്ന് പഠിക്കുക. ഇത്ര കാര്യമേ ഞാൻ പറഞ്ഞോളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എല്ലാം കൂടെ ഒരുമിച്ച് കുത്തിക്കയറ്റണ്ട, ഒരുമിച്ച് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞാൽ അഡീഷൻ ചെയ്യുക, എന്താണ് ഡിവിഷൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. എ റൈസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇനി നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വൈകി അങ്ങോട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് പോകാം. ഈ ക്വസ്റ്റിനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ട ഒരു കേസുണ്ട്. ആദ്യം നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് ചെയ്യുമ്പോൾ അറിയാം. 3 പ്ലസ് 3 എത്രയാണ്? 6 ആണ്. 6 റൈസ് ടു 3 ആണ് കിടക്കുന്നത്. ഡിവൈഡഡ് ബൈ 3 മൈനസ് 3 ഇൻറ്റു 3 ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണേ? അപ്പോൾ ഈ 6 റൈസ് ടു 3 എന്ന് പറഞ്ഞതിനെ നമുക്ക് എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 പ്ലസ് 6 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ്, ബൈ 3 ആണ് അല്ലേ. വായിക്കുന്നതിനാണ് ബൈ 3 എന്ന് എഴുതിയാൽ പോരെ, മതി. ബൈ 3 ആണ്. ഇനി മൈനസ്
3 എഴുതി, -3 എഴുതി, ഇൻറ്റു 3 എഴുതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യുക, ഇത് കൂടെ കിട്ടിയപ്പോൾ 2 എന്ന് കിട്ടി അല്ലേ. ഇനിയുള്ളത് 3 + ഇൻറ്റു ആണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. 6 6 36 36 72 72 എഴുതി, -8 -3 × 3 9. ഇനി ഇവിടെ എന്തേ ഉള്ളൂ, പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 75 75 ന്ന് 9 കുറയ്ക്കുന്നു, എത്രയെന്ന് കിട്ടി, 66 എന്ന് കിട്ടും. 66 അല്ലേ, 66 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെ, ഒരിക്കൽ കൂടി ഞാൻ എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ആദ്യം 3 എഴുതി, അത് കഴിഞ്ഞ് ഞാൻ എന്ത് ഇട്ടു, പ്ലസ് ഇട്ടു. അടുത്തത് 3 പ്ലസ് ബ്രാക്കറ്റിനകത്തുള്ളതാണ് ചെയ്യേണ്ടത്. 3 + 3 6 ആണ്, 6 × 3 ആണ്. ഇനി ഡിവിഷൻ 3 ആണ്, എന്താണ്, -3 × 3 ആണ്. 3 എഴുതി, 6 എന്ന് പറഞ്ഞാൽ 6 × 6 ÷ 3 ആണ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മൈനസ് ഇട്ടു, ഇവിടെ 3 × 3 ആണ്. ഇതൊന്നും ക്യാൻസൽ ആയിപ്പോയി, 2 എന്ന് വന്നു അല്ലേ. ഇനി 3, അപ്പോൾ 6 6 36 72 -3 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9. -3 × 3 ആയതുകൊണ്ടാണ് -9 ആയത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 75 75 ന്ന് 9 പോകുമ്പോൾ 66 എന്ന് ഉത്തരം. കണ്ട, ചെയ്യാൻ പറ്റിയില്ലേ? ക്ലിയർ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.